എല്ലാവർക്കും നമസ്കാരം. നല്ല അടിപൊളി ഫിനിഷിങ്ങിലുള്ള നെക്കുകൾ എങ്ങനെ ചെയ്യാം, നമുക്ക് അതിന് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ വേണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും നോക്കുക, നമ്മൾ ആദ്യമായിട്ട് ഇതിൽ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുക. ഒരു കഷ്ണം ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാൻവാസ് നോക്കുക. ഈ ക്യാൻവാസ് ഞാൻ ക്ലോസപ്പിന് കാണിക്കുകയാണ്. ഇതിൽ നിറച്ച് ഒരു സൈഡ് നിറച്ച് കുത്തുകുത്തുകളും ഒരു സൈഡ് നല്ല മിനുസുള്ളതാണ്. ഈ കുത്തുകുത്തുള്ള സൈഡാണ് ഇതിന്റെ പശയുള്ള ഭാഗം. അപ്പൊ ഇത് നല്ല ഒരു ക്യാൻവാസാണ്. നല്ല നല്ല നെക്കുകൾ നമുക്ക് ഇതിൽ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഈ ടൈപ്പ് ക്യാൻവാസ് ചോദിച്ച് വാങ്ങിക്കുക. കടകളിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ വേറെ പ്ലെയിൻ ആയിട്ടുള്ള ഒന്നും വാങ്ങിക്കരുത്. ഈ ക്യാൻവാസ് നിങ്ങൾ വാങ്ങിക്കുക. ഇതിന് വളരെ വില കുറഞ്ഞ ഒരു സംഭവമാണ്. 20 രൂപയാണ് ഈ ക്യാൻവാസിന് വിലയായിട്ടുള്ള മീറ്ററിന്. അപ്പൊ ഇത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നോക്കുക ചാർട്ട് പേപ്പർ. ഈ ചാർട്ട് പേപ്പർ എടുക്കുക. ചാർട്ട് പേപ്പറിൽ എങ്ങനെയാണ് നമ്മൾ ഈ നെക്ക് ചെയ്യുന്നത് നോക്കുക. വളരെ ഈസി ആയിട്ടും അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് ചെയ്യുന്നത് നോക്കുക. ഇതുപോലെ സെറ്റ് സ്ക്വയർ വെക്കുക. അതിനുശേഷം ഈ സ്കെയിൽ വെച്ച് ആ മടക്കി വെച്ചിട്ടുള്ള ഭാഗത്ത് നിന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുക. അപ്പൊ നമ്മൾ ഈ വരയ്ക്കുന്നതൊക്കെ നല്ല കറക്റ്റ് ആയിരിക്കണം. അതാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് നോക്കുക, നമ്മൾ നെക്കിന്റെ വിഡ്ത്ത് നമ്മൾ മിനിമം നെക്ക് വിഡ്ത്ത് വെക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പൊ ആ 3 ഇഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് 3 ഇഞ്ച് രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 6.5 ഇഞ്ച് നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്യുക ഡെപ്ത് ആയിട്ട്. അപ്പൊ അതിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അപ്പൊ 6 ഇഞ്ച് നമുക്ക് ഡെപ്ത് കിട്ടും സ്ട്രൈറ്റ്. അപ്പൊ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനെ ഒരു റെക്ടാങ്കിൾ ആക്കി മാറ്റുക. റെക്ടാങ്കിൾ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിലുള്ള നെക്കുകളും നമുക്ക് വരച്ചുണ്ടാക്കാം എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം. ഏതൊക്കെ ഷേപ്പിൽ നിങ്ങൾക്ക് വരയ്ക്കണോ അതിന് നിങ്ങൾക്ക് ബേസ് ആയിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. അപ്പൊ ഇനി നോക്കുക, ഇനി നമ്മൾ ഇതിൽ ഒരു യു ഷേപ്പാണ് ചെയ്യുന്നത്, സിമ്പിൾ ഷേപ്പാണ് ചെയ്യുന്നത്. അപ്പൊ സിമ്പിൾ ഷേപ്പ് ചെയ്യാൻ നോക്കുക. ഈ ആം ഹോൾ കർവ് നോക്കുക. ആം ഹോൾ കർവ് വെച്ചിട്ട് ഇങ്ങനെ നമുക്കിത് ഏത് ഭാഗം കൊണ്ടാണോ കറക്റ്റ് ആവണേ അതുപോലെ തിരിച്ച് വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് വരയ്ക്കുക. ടൂൾസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂൾസ് വാങ്ങിക്കാം. സുഖമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ടൂൾസ് എത്തും. അപ്പൊ ഇത് നോക്കുക, ഇനി നമ്മൾ ഇതിന്റെ ബ്രിഡ്ജ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ബ്രിഡ്ജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ മോൾ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് വീതി വെച്ചിട്ട് ഇതിൽ കട്ട് ചെയ്തെടുക്കുക. സ്ഥിരമായിട്ട് പലതിലും കാണിക്കാറുള്ളതാണ്, പക്ഷെ പലർക്കും ഇപ്പോഴും ഇത് അറിയില്ല. അപ്പൊ ഇതുകൊണ്ട് ഗുണം എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇത് നോക്കുക, നമ്മളിപ്പോ നെക്കിന്റെ ഷേപ്പ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിന് നോക്കുക, സൈഡിലേക്ക് നമ്മൾ 2 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ സൈഡിലേക്ക് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എക്സ്ട്രാ നമ്മൾ ഇതിന് ഒരു സ്ക്വയർ ഷേപ്പാണ് കൊടുക്കുന്നത്. അതാണ് പറഞ്ഞത്, ഇത് ബിഗിനേഴ്സിനും അല്ലാത്തവർക്കും വളരെ എളുപ്പത്തിലുള്ള ഒരു പണിയാണിത് നെക്ക് ചെയ്യാൻ. അത് നെക്ക് നല്ല കഴുത്തിൽ ഇങ്ങനെ പതിഞ്ഞ് ഇരിക്കും ചെയ്യും. അതാണ് ഈ നെക്കിന്റെ പ്രത്യേകത. നോക്കുക, ഇത് നമ്മൾ ഷേപ്പ് എല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ കട്ട് ചെയ്തെടുക്കുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കുക, പിൻ അടിക്കാൻ നിങ്ങൾ മറക്കണ്ട. ഇതുപോലെ പിൻ അടിച്ചിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും നമ്മൾ മാർക്ക് ചെയ്തതിനനുസരിച്ച് കട്ട് ചെയ്ത് കളയുക. ഈ ഉൾഭാഗം നല്ല ഷേപ്പിൽ ആ വരച്ചിട്ടുള്ള ഷേപ്പിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. വീഡിയോസിനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും നമുക്ക് കാണാം. ഇനി നോക്കുക, നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തെടുത്ത് നമ്മൾ പിന്നെ ഊരി കളഞ്ഞിട്ട് നമ്മൾ ആ നെക്ക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നോക്കുക, നമ്മൾ നെക്ക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തെടുത്താണ്. അപ്പൊ ഈ 2 പീസും നമുക്ക് എടുത്തു വെക്കാം. നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇനി അങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കുന്ന രീതിയാണ് കാണിക്കുക. നമുക്ക് നമ്മൾ ക്യാൻവാസ് എടുത്തു. ക്യാൻവാസിന്റെ മുകളിൽ ഇത് ഇങ്ങനെ വെക്കുക കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇത് മാറ്റി മറിച്ച് വെച്ച് ഉപയോഗിക്കാം. ഈ ഒരു പേപ്പർ ഇതുവരെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഇതുപോലെ അങ്ങോട്ട് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ഷേപ്പിലുള്ള നെക്കാണ് കിട്ടുക. എല്ലാ ഭാഗവും ഒരേപോലത്തെ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പൊ ഔട്ട്ലൈനും ഇതുപോലെ തന്നെയാണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. നോക്കുക, ഉൾഭാഗത്ത് ഈ പീസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല കൃത്യമായിട്ടാണ് ഇതുണ്ടാവുക. യാതൊരുവിധ വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. ഇനി നോക്കാം, നമ്മുടെ ഈ മാർക്കിങ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാണ്.
കട്ട് ചെയ്തെടുക്കാനും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാൻ നമ്മൾ മടക്കി വെച്ചിട്ട് ഒരു സൈഡ് ചെറുതാവുക ഒരു സൈഡ് വലുതാവുക പ്രശ്നങ്ങളൊന്നും ഇത് സുഖമായിട്ട് ഈ സൈഡിനായിട്ട് കട്ട് ചെയ്ത് കളയാത്. ഇതിൽ നമ്മൾ ഇത്രയും ഭാഗത്തിൽ കട്ട് ചെയ്ത് കളയണല്ലോ, കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കി ഈ സൈഡ് നോക്കുക, നമ്മൾ നല്ല മിനുസുള്ള സൈഡിലാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്, റഫ് ആയിട്ടുള്ള സൈഡാണ് നമ്മൾ ഇതിൽ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ഇത് വെച്ച് അയൺ ചെയ്ത് ഒട്ടിക്കാണ്ട്. അപ്പൊ നോക്കുക, തുണി നമുക്ക് ഇതിൽ ഞാൻ ഒരു ഡെമോനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ 2 കളറിനെ പീസ് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നോക്കുക, നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കോട്ടൺ തുണി എടുത്തതിന്റെ മുകളിലിട്ടിട്ട് അയൺ ബോക്സ് നല്ല ചൂടാക്കിയിട്ട് നന്നായിട്ട് അയൺ ചെയ്തുകൊണ്ട് പിടിപ്പിക്കുക. അതില് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒട്ടിണ്ടാവും അല്ലേ. അപ്പൊ നമ്മുടെ ഈ പേപ്പർ ക്യാൻവാസ് കേടൊന്ന് പോവില്ല, നല്ല വൃത്തിയായിട്ട് നമുക്കിത് ഒട്ടി കിട്ടും ചെയ്യാൻ തുണി വെച്ചിട്ട് ചെയ്താൽ. അതിനുശേഷം 2 സൈഡ് 3 സൈഡിലേക്കും ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. മോൾ ഭാഗം കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. ഈ സൈഡിനെ നന്നായിട്ട് അയൺ ബോക്സ് കൊണ്ട് തന്നെ, ഇപ്പൊ ചൂടുള്ള അയൺ ബോക്സ് എന്തായാലും ഇരിക്കാണ്. അപ്പൊ നമുക്ക് ഒന്ന് അയൺ ചെയ്തിട്ട് മടക്കി നമുക്ക് അത് ഇങ്ങോട്ട് തയ്ക്കാനുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് തയ്ക്കണമെങ്കിൽ തയ്ക്കാം, അല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിച്ചാലും മതി. ഞാൻ ഫെവിക്കോള് ഒട്ടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെവിക്കോളോ അല്ലെങ്കിൽ ഫാബ്രിക്കിലോ വെച്ചിട്ട് നമുക്കിത് സൈഡ് ഒട്ടിച്ചാലും മതി. പക്ഷെ തയ്ച്ചെടുക്കാൻ നല്ലത്, കാരണം നമുക്കിത് ഹാം ചെയ്യാനുള്ളതാണ്. അപ്പൊ ഈ ഷേപ്പിൽ തന്നെ ഇത് നമുക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ചെയ്തെടുക്കുക, നന്നായി അയൺ ചെയ്തുകൊണ്ട് എടുക്കുക. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് തയ്ക്കുക. തയ്ച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യണത് നോക്കാം. അപ്പൊ അതിന്റെ മുമ്പ് നോക്കുക, ഈ ഭാഗം ഇതിന്റെ സെന്റർ നേരായിട്ട് കട്ട് ചെയ്ത് വെക്കുക. നമ്മളിപ്പോ എന്തായാലും നേരെ നെക്ക് അറ്റാച്ച് ചെയ്യാനാണ് പോണത്. അപ്പൊ ഇതിന്റെ സെന്റർ കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പറഞ്ഞ ഇതൊരു ഡെമോ പീസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഏതാണോ നമ്മുടെ തുണി അതിന്റെ സെന്റർ ഇതുപോലെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് തയ്ക്കുകയാണത്. അപ്പൊ അത് എങ്ങനെ ചെയ്യണത് നമുക്ക് നോക്കാൻ. അപ്പൊ നമുക്ക് ഏറ്റവും നമ്മൾ ഇതിന്റെ ഈ സൈഡ് ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് തയ്ച്ചു പോരുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ വെച്ച് തയ്ച്ചു പോരുക. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഞാൻ അതിൽ കാണിച്ചു തരാം. നിങ്ങൾ എന്തെങ്കിലും വീഡിയോ മുഴുവൻ എന്തായാലും കാണുക, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടമുള്ള വീഡിയോ അല്ല അത്. നല്ല 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 നെക്കുകൾ നമുക്ക് സുഖമായിട്ട് ചെയ്യാം ഈ വീഡിയോ കണ്ട് മുഴുവനായി കഴിഞ്ഞാൽ. നോക്കാം, നമ്മളിത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് ഇപ്പൊ നമ്മൾ ഏത് കുർത്തിയിലായാലും ചുരിദാറിലൊക്കെ വെച്ച് തയ്ക്കാന്ന് വെച്ചാൽ അതിന്റെ ഫ്രണ്ട് പീസിൽ വേണം ഇത് വെക്കാൻ. ഫ്രണ്ട് പീസിൽ വെച്ചിട്ട് നല്ല ഭാഗത്ത് ഇത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്ന പീസിന്റെയാണ് ഞാൻ കാണിക്കുന്നത്. പുറത്തേക്ക് മടക്കുന്ന നെക്കിന്റെ അല്ല, ഉള്ളിലേക്ക് മടക്കുന്ന നെക്കിന്റെയാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഞാൻ ഇതിൽ ഇത്രയും വിട്ട് കൊടുത്തിട്ടുള്ളത്. പുറത്തേക്ക് കൊടുക്കുന്ന നെക്ക് ഞാൻ വേറെ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവം തന്നെ, നല്ല ഫിനിഷിംഗ് നമുക്ക് ചെയ്യാം. ഇനി നോക്കുക, അതിന്റെ നേരെ സെന്റർ കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് തയ്ച്ചുകൊണ്ടിരിക്കും. സെന്റർ കൂടെ തയ്ച്ചുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള അതിന്റെ തൊട്ട് കൊണ്ടുപോയിട്ട് നിർത്തണം. അത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കൊണ്ടുവന്നത് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഈ 3 പിന്ന് നമ്മൾ കുത്തിയിട്ടുള്ളതിന്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അനങ്ങില്ല നെക്കിന്. ഇനി ഞാൻ കൈ വെക്കുന്നത് നോക്കുക, പ്രത്യേകം എങ്ങനെയാണ് കൈ വെച്ചിട്ട് തയ്ക്കുന്നത്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ലൈനെ നമ്മൾ നേരാണ് മുട്ടിച്ചു കൊടുക്കുക, കാരണം ഈ ലൈനിൽ കൂടെ വേണം നമുക്ക് തയ്ച്ചിങ്ങോട്ട് വരാൻ. ലൈനിൽ കൂടെ ഫുള്ളായിട്ട് അങ്ങോട്ട് തയ്ച്ചു പോരുക. കറക്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ അങ്ങോട്ട് തയ്ച്ചു പോരുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്റെ കൈ ഇങ്ങനെ ഇരിക്കാണ്ടില്ലേ, കൈ ഇതുപോലെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ നെക്ക് നല്ല സൂപ്പർ ഫിനിഷിങ്ങിൽ തന്നെയാണ് കിട്ടുക. യാതൊരു പേടിയും നമുക്ക് പേടിക്കേണ്ട. നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. ഓൾറെഡി നമ്മൾ ഇതിന്റെ സെന്റർ തയ്ച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു വഴിക്കും ഈ നെക്ക് അനങ്ങില്ല. അപ്പൊ ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. 4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ പേപ്പർ ക്യാൻവാസ് അല്ലാണ്ട് കട്ടിയോട് ക്യാൻവാസ് ഒരിക്കലും ഇതുപോലെ വെച്ച് ചെയ്യരുത്. നിങ്ങളെ കഴുത്ത് വൃത്തിയുണ്ടാവില്ല, നെക്ക് വൃത്തിയുണ്ടാവില്ല. ഞാൻ നോക്കുക, നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിക്കാം ഞാൻ ഇതില്. അത് നിങ്ങൾ കാണുക. ഞാൻ ഇതിനെ ഒരു നെക്ക് ഷേപ്പിൽ കട്ട് ചെയ്യാണ്. പലരും ചെയ്യുന്ന ഒരു തെറ്റാണത്, വലിയൊരു തെറ്റ്. ആ തെറ്റ് എങ്ങനെ ഇല്ലാതെയാക്കണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നോക്കുക, ഇതിന് ജസ്റ്റ് നമ്മളൊരു നെക്കിന്റെ പോലെ തന്നെ ഞാൻ അങ്ങോട്ട് തയ്ച്ചെടുക്കുകയാണ്.
അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉൾഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് തിരിച്ചു മടക്കുക എന്നുള്ളത്. അപ്പൊ നോക്കുക, ശരിക്കും നമ്മൾ കട്ട് ചെയ്യേണ്ടത് നോക്കുക, ഇങ്ങനെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, ചെറുതായിട്ട് ഈ തല വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ചിലർക്ക് ഇതുപോലെ കത്രിക കയറ്റി വെച്ചിട്ടാണ് കട്ട് ചെയ്യും. ഇത് ഭയങ്കര തെറ്റാണ്. നിങ്ങൾ അറിയാതെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ അത് കട്ടായി പോകും. നിങ്ങൾക്ക് കാണാം ഞാൻ അവിടെ കട്ട് ചെയ്ത ഭാഗത്ത് എന്താണ് സംഭവിച്ചത്. അപ്പൊ എപ്പോഴും നോക്കി തല വെച്ചിട്ട് മാത്രം നിങ്ങൾ കട്ട് ചെയ്യുക, അല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് മഹാവിഡിത്തരാണ്. നോക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ യാദൃശ്യമായിട്ടൊന്ന് കയ്യാമറന്നു കഴിഞ്ഞാൽ ഇതുപോലെ കട്ടായി പോയി കഴിഞ്ഞാൽ നെക്ക് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കത്രിക പിടിക്കേണ്ടത്. അപ്പൊ നോക്കുക, ഈ കത്രിക വെച്ചിട്ട് നമുക്ക് ഒന്നുകിൽ ഇത് ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നോക്കുക ഈ ചെറിയ ട്രിമ്മറാണ് ഏറ്റവും നല്ലത്. ഈ ട്രിമ്മർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. നെക്ക് എന്റെ ഉൾഭാഗം കട്ട് ചെയ്ത് കളയാൻ ഇതിലും നല്ലൊരു ടൂൾ വേറെ ഇല്ല. നിങ്ങൾ ട്രിമ്മർ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഇതാണ് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള പരിപാടി. അപ്പൊ നല്ല നല്ല ഫിനിഷിങ്ങിലുള്ള നെക്കുകൾ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ചെയ്യുക. ചെയ്യുന്ന പണികൾ നമ്മൾ തുടക്കം തൊട്ടാണ് വൃത്തിയായി കഴിഞ്ഞാൽ എല്ലാ പണിയും നല്ല ഫിനിഷിങ് ഉണ്ടാവും. അപ്പൊ ഇതിന് ശേഷം നോക്കുക, ഇതിനെ നമ്മൾ ഇങ്ങനെ മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഈ സൈഡ്, ഈ ബ്ലാക്ക് സൈഡിലേക്ക് കറക്റ്റ് ആ സൈഡ് കൂടെ തയ്ക്കുക. അപ്പൊ നോക്കുക, ഈ തയ്യൽ തുമ്പ് നിൽക്കുന്നതിനെ നമ്മൾ ഇങ്ങോട്ട് വേണം മടക്കി വെക്കാൻ, റൈറ്റ് സൈഡിലേക്ക്. ലെഫ്റ്റ് സൈഡിലേക്ക് ആ ഒരു കാരണവശാലും മടക്കരുത്. കണ്ടോ, ഇതുപോലെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ എഡ്ജ് കൂടെ ഇങ്ങനെ തയ്ച്ചു പോവുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ നെക്ക് അപ്പുറത്തേക്ക് മറിച്ചു കഴിഞ്ഞാൽ നെക്ക് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പണി ചെയ്യണത്. ഇത് നോക്കുന്ന ഇപ്പൊ നമ്മളുടെ ഈ പണി ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു നമ്മുടെ. ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജ് ആണ് നമ്മുടെ. അതെന്താ ചെയ്യണത് നോക്കുക നമ്മൾ. അപ്പൊ അതിൽ 2 കളർ തുണിയിട്ടതും അതുപോലെ തന്നെ നൂല് ഒന്നും കളർ നോക്കാതെ ഇട്ടിട്ടുള്ളൂ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ. നോക്കുക, നമ്മളെ നെക്ക് നല്ല ഭംഗിയിൽ കഴിഞ്ഞു. ഇതിൽ ഉൾഭാഗത്തേക്ക് കാണുന്നതൊന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ വേറെ കളർ തുണിയിട്ടിട്ടുള്ളത് കൊണ്ടാണ് കാണുന്നത് നിങ്ങൾക്ക്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, സെയിം കളർ തുണിയിടുമ്പോൾ ഇതൊന്നും കാണില്ല. അപ്പൊ ഇത് നോക്കി, ഇനി ഇതിന് ശേഷം നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് അയൺ ചെയ്യുക. ആദ്യം അയൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പൊ ഈ സെയിം കളർ തുണി ആണെങ്കിൽ ഇതൊന്നും കാണില്ല, ഇത് നിഴലടിക്കുന്ന ഒരു തുണി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണുന്നത്. അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട, സെയിം കളർ തുണി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഫിനിഷിങ് കണ്ടില്ല, നല്ല ഫിനിഷിങ്. അപ്പൊ ഇത് നോക്ക്, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ 3 സൈഡ് കണ്ടില്ലേ, ഏറ്റവും ആദ്യം ബാക്കും കൂടി ഇതുപോലെ നന്നായിട്ടാണ് അയൺ ചെയ്യുക. അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ സൈഡ് 3 സൈഡും ഹെം ചെയ്ത് പിടിപ്പിക്കുക. ആ ഫ്രണ്ട് പാർട്ടിലേക്ക് ഹെം ചെയ്ത് പിടിപ്പിക്കുക. ഹെം ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങൂല. നിങ്ങൾ ഇതേപോലെ നെക്ക് ചെയ്തിട്ട് നിങ്ങൾ കുർത്തി ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഫിനിഷിങ് എന്താണ്, നല്ല സെറ്റായിട്ട് ഇരിക്കും നെക്കില്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ചെയ്യുക. അപ്പോൾ മനസ്സിലായില്ലേ, 20 രൂപ ചെലവാക്കിയിട്ട് നമ്മൾ ക്യാൻവാസ് വാങ്ങിക്കുക. ക്യാൻവാസ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെ നെക്ക് ചെയ്താലും ഈ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. വെറുതെ തുണി കട്ട് ചെയ്ത് വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ നെക്ക് ചെയ്യാൻ നല്ല ഭംഗിയിൽ ചെയ്യാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഏറ്റവും ചെലവ് കുറഞ്ഞ പണിയാണിത്. ഇത് നോക്കുക, 2 ഭാഗം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഇതുപോലെ നല്ല വൃത്തിയിൽ നിങ്ങൾ ചെയ്യുക. ഇതിന്റെ ഫിനിഷിങ് കണ്ടില്ല, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും. അപ്പൊ ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ള നൂലിന്റെ കളറും അതുപോലെ തുണിയുടെ കളറും ഒന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങൾ സെയിം കളർ നിങ്ങളുടെ ഏതാണോ മാച്ചിങ് തുണി അതനുസരിച്ച് ഇട്ട് ചെയ്യുക. നല്ല ഭംഗിയായിട്ടുള്ള നെക്കുകളാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.